എന്താണ് മൺസൂൺ കാറ്റുകൾ? അറബി പണ്ഡിതനായിട്ടുള്ള ഹിപ്പാലസ് ആണ് ആദ്യമായിട്ട് മൺസൂൺ കാറ്റുകളുടെ ഗതിമാറ്റത്തെക്കുറിച്ച് നിരീക്ഷിച്ചിട്ടുള്ളത്. മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന പദം തന്നെ രൂപപ്പെട്ടത്. കാലത്തിനൊത്ത് ദിശ മാറുന്ന കാറ്റുകൾ എന്നാണ് ഈ വാക്കിനർത്ഥം. അഥവാ ഒരു വർഷത്തിനുള്ളിൽ തന്നെ കാറ്റിൻ്റെ ഗതി വിപരീതമാകുന്ന പ്രതിഭാസമാണ് മൺസൂൺ. മൺസൂണിൻ്റെ രൂപം കൊള്ളലിന് പിന്നിലുള്ള ചില ഘടകങ്ങളുണ്ട്. പ്രധാനമായിട്ടും മൺസൂൺ കാറ്റ് എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്? 1. സൂര്യൻ്റെ അയനം, 2. കോറിയോലിസ് പ്രഭാവം, 3. തപനത്തിലെ വ്യത്യാസങ്ങൾ. ഈ 3 പ്രധാന ഘടകങ്ങളാണ് മൺസൂൺ രൂപം കൊള്ളാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറുന്നത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് ആദ്യമായിട്ട് നാം ചർച്ച ചെയ്യുന്നത്. അച്ചുതണ്ടിൻ്റെ ചെരിവ് മൂലം സൂര്യരശ്മികൾ ചില മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്കായിരിക്കും ലംബമായി പതിക്കുക. അഥവാ അച്ചുതണ്ടിൻ്റെ ചെരിവും അതുമൂലമുണ്ടാകുന്ന സൗരോർജത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഈ അച്ചുതണ്ടിൻ്റെ ചെരിവ് മൂലം സാധാരണ രീതിയിൽ സൂര്യരശ്മികൾ ചില മാസങ്ങളിൽ ഭൂമധ്യരേഖയ്ക്ക് വടക്ക് നേരിട്ട് വന്ന് പതിക്കുന്ന, ലംബമായി പതിക്കുന്ന ചില സമയങ്ങളുണ്ട്. ഇത് ഈ പ്രദേശത്തിലുള്ള താപനില വർദ്ധിക്കുന്നതിന് കാരണമാവുകയും അതിനനുസരിച്ച് മർദ്ദമേഖലകൾക്കും വടക്കോട്ട് നേരിയ രീതിയിലുള്ള ഒരു സ്ഥാനമാറ്റം ഉണ്ടാകും. ഇങ്ങനെ ഉത്തരാർദ്ധഗോളത്തിലെ വേനൽക്കാലത്ത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല അഥവാ ഇൻ്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ വടക്കോട്ട് നീങ്ങുമ്പോൾ തെക്കുകിഴക്കൻ വാണിജ്യവാദങ്ങളും മധ്യരേഖ വിട്ടുകടന്ന് വടക്കോട്ട് നീങ്ങും. മധ്യരേഖ കടക്കുന്നതോടുകൂടെ തെക്കുകിഴക്കൻ വാണിജ്യവാദങ്ങൾ കോറിയോലിസ് പ്രഭാവം മൂലം എന്തായി മാറും? അതിന് ദിശാവ്യതിയാനം സംഭവിക്കുകയും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളായി രൂപം കൊള്ളും. അഥവാ ഉത്തരാർദ്ധഗോളത്തിലെ വേനൽക്കാലത്ത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല വടക്കോട്ട് നീങ്ങുന്നത് കൊണ്ട് തെക്കു കിഴക്കൻ കാറ്റുകൾ വാണിജ്യവാദങ്ങളും എന്തു ചെയ്യും? മധ്യരേഖ വിട്ടുകടക്കുന്നതോടുകൂടെ സാധാരണ രീതിയിൽ അത് ഏത് ദിശയിലേക്കാണോ സഞ്ചരിച്ചിരുന്നത് അവിടെ നിന്ന് ദിശ മാറി, അഥവാ തെക്കുകിഴക്കൻ വാണിജ്യവാദങ്ങൾ ഈ ഒരു കോറിയോലിസ് പ്രഭാവം മൂലം അതിന് ദിശ മാറി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളായിട്ട് അത് രൂപം കൊള്ളും. അത് ഉയർന്ന പകൽച്ചൂട് നിമിത്തം കരയുടെ മുകളിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം സമുദ്രോപരിതലത്തിലൂടെ വീശുന്ന ഈ കാറ്റുകളെ സമുദ്രത്തിലേക്ക് ആകർഷിക്കുകയും തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളായി അത് രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ രൂപം കൊള്ളുന്നത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ 2 പിക്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ്, അടുത്തത് നമുക്ക് വിശദീകരിക്കാനുള്ള വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ്. ഇത് വളരെ കൃത്യമായിട്ട് വായിച്ചു നോക്കണം. വായിച്ചു നോക്കുകയും അതിനോടുകൂടെ ഭൂമിയുടെ ഒരു മാപ്പ് വരച്ച് അതിൽ ഭൂമധ്യരേഖ രേഖപ്പെടുത്തി എങ്ങനെയാണ് ഈ ഭൂമധ്യരേഖ വിട്ടുകിടക്കുന്നതോടുകൂടെ കോറിയോലിസ് പ്രഭാവം കാരണത്താൽ ഈ കാറ്റിൻ്റെ ദിശയിൽ മാറ്റം വരുന്നതെന്ന് കൃത്യമായിട്ട് നാം പരിശോധിക്കണം. ഉത്തരാർദ്ധഗോളത്തിലെ വൻകരകൾക്ക് മേൽ ശൈത്യകാലത്ത് ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നതിൻ്റെ ഫലമായി ഏഷ്യ വൻകരക്കു മുകളിൽ ഉച്ചമർദ്ദവും ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ ന്യൂനമർദ്ദവും രൂപം കൊള്ളുന്നു. ഇത് വടക്കു കിഴക്കൻ വാണിജ്യവാദങ്ങൾ ശക്തി പ്രാപിക്കുന്നതിന് കാരണമാവുകയും ഇതാണ് യഥാർത്ഥത്തിൽ വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അഥവാ ഒരു വർഷത്തിനുള്ളിൽ കാറ്റിൻ്റെ ദിശ വിപരീതമാകുന്ന ഒരു രീതി, അല്ലെങ്കിൽ ദിശ തന്നെ മാറുന്ന ഒരു രീതി ഈ മൺസൂൺ കാറ്റുകളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന് ഏത് പേര് വന്നത്? മൺസൂൺ എന്ന പേര് വരാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. കരക്കാറ്റും കടൽക്കാറ്റും. ഒരു പ്രദേശത്ത് തന്നെ രാത്രിയും പകലും അനുഭവപ്പെടുന്ന അന്തരീക്ഷ മർദ്ദം വ്യത്യസ്തമാണെന്ന് നമുക്കറിയാം. അതുപോലെ കരയും കടലും സൂര്യാതാപത്തോട് പ്രതികരിക്കുന്നത് ഒരുപോലെയാകില്ല. കര പെട്ടെന്ന് ചൂടാവുകയും പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. പക്ഷേ കടൽ
വളരെ സാവധാനമേ ചൂടാവുകയുള്ളൂ, അതുപോലെ തന്നെ സാവധാനം തന്നെ അത് തണുക്കുകയുള്ളൂ. പകൽ സമയം കര പെട്ടെന്ന് ചൂടുപിടിക്കുന്നതിൻ്റെ ഫലമായി കരയോട് ചേർന്ന് കിടക്കുന്ന വായു ചൂടായി ഉയരുകയും ഇത് ആ പ്രദേശത്തിന് മുകളിൽ ന്യൂനമർദ്ദം രൂപക്കൊള്ളുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ താരതമ്യേന തണുത്ത വായു കടലിന് മുകളിൽ നിന്ന് തീരത്തേക്ക് വീശുന്നു. ഈ ഇളംകാറ്റുകളെയാണ് കടൽക്കാറ്റ് അഥവാ കടലിൽ നിന്ന് കരയിലേക്ക് അടിച്ചു വീശുന്ന കാറ്റുകളെയാണ് കടൽക്കാറ്റ് എന്ന് പറയുന്നത്. രാത്രികാലങ്ങളിൽ കര കടലിനെ അപേക്ഷിച്ച് പെട്ടെന്ന് തണുക്കുന്നത് മൂലം കരയുടെ മുകളിൽ ഉച്ചമർദ്ദവും കടലിന് മുകളിൽ ന്യൂനമർദ്ദവും രൂപം കൊള്ളുന്നു. ഇത് കരയിൽ നിന്ന് കടലിലേക്ക് കാറ്റടിച്ചു വീശാനുള്ള കാരണമായി മാറുന്നു. ഈ കാറ്റിനെയാണ് കരക്കാറ്റ് എന്ന് പറയുന്നത്. പർവ്വതക്കാറ്റും താഴ്വരക്കാറ്റും. പകൽ സമയത്ത് പർവ്വത മുകളിലെ വായു ചൂട് പിടിച്ച് ഉയരുന്നത് കൊണ്ട് താരതമ്യേന ചൂട് കുറഞ്ഞ താഴ്വരയിൽ നിന്നും മുകളിലേക്ക് കാറ്റടിച്ചു വീശുന്നു. ഇതിനെയാണ് താഴ്വരക്കാറ്റ് വാലി ബ്രീസ് എന്ന് പറയുന്നത്. എന്നാൽ രാത്രികാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിലെ തണുപ്പ് മൂലം വായു തണുക്കുകയും തണുത്ത വായുവിന് ഭാരം കൂടുന്നതിനാൽ ആ ഒരു വായു അല്ലെങ്കിൽ ആ ഒരു കാറ്റ് പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് താഴ്ഭാഗത്തേക്ക് അടിച്ചു വീശുന്നു. ഈ കാറ്റിനെ പർവ്വതക്കാറ്റ് മൗണ്ടൈൻ ബ്രീസ് എന്നാണ് വിളിക്കുന്നത്.